ഹായ് എവരി വൺ, ലേൺ വൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ MHI 106 എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദി ഏജസ് എന്ന് പറയുന്ന നമ്മളുടെ സബ്ജക്റ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പുതിയ വീഡിയോയിലാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഹിസ്റ്ററിയിലെ PG ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ മൊത്തം ഓവർവ്യൂ നമ്മൾ പറഞ്ഞു. ഈ വീഡിയോ മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലോക്ക് 1-ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ബ്ലോക്ക് 1-ൽ 3 യൂണിറ്റുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റീകൺസ്ട്രക്റ്റിംഗ് ആൻഷ്യൻ സൊസൈറ്റി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സോഴ്സസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഷ്യൽ സ്ട്രക്ചറുകൾക്ക്, ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള സാമൂഹിക ഘടനകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ യൂണിറ്റ് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, ആൻഷ്യൻ സൊസൈറ്റി, പ്രാചീന ഇന്ത്യയിലെ സൊസൈറ്റിയെ പറ്റിയായിരിക്കും, ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റിയെ പറ്റിയായിരിക്കും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ പ്രാചീന സൊസൈറ്റിയെ പറ്റി പഠിക്കുന്നതിന് നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ ഉണ്ടാകും. ആ സോഴ്സുകൾക്കായിരിക്കും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഒരു സോഴ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റിലേക്ക്, നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തമായിട്ട് പഠിക്കാൻ പോകുന്നത്, അതിൻ്റെ ഒരു ഓവർവ്യൂ എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സോഴ്സുകൾ, ആൻഷ്യൻ സൊസൈറ്റിയെ പറ്റി, പ്രാചീന ഇന്ത്യയിലെ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ എപ്പിഗ്രാഫി ഉണ്ട്, ന്യൂമിസ്മാറ്റിക്സ് ഉണ്ട്, ആർക്കിയോളജി ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്. ഇവ ഓരോന്നും എന്താണ് എന്നും അത് എങ്ങനെയാണ് അതിൽ പഠനം നടത്തുന്നത് എന്നും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനത്തിൽ ഇവ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ വരുന്നത് ഇന്റർപ്രിട്ടേഷനുകളാണ്. അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ മുകളിൽ പറഞ്ഞൊക്കെയാണ്. അപ്പോൾ ആ സോഴ്സുകളെ നമ്മൾ എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ക്രിട്ടിക്കലി അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതിലുള്ള വ്യത്യസ്ത ഇന്റർപ്രിട്ടേഷനുകളെ കുറിച്ച് നമ്മൾ ഒരു ബ്രീഫായിട്ടുള്ളൊരു പഠനം നടത്തും. ശേഷം നമ്മൾ പോവുക ആൻഷ്യൻ സൊസൈറ്റി, പ്രാചീന സമൂഹത്തെ കുറിച്ചുള്ള ആന്ത്രോപോളജിക്കൽ റീഡിങ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യനുമായി ബന്ധപ്പെട്ട സമൂഹങ്ങളെ പറ്റിയും അവന്റെ സംസ്കാരത്തെ പറ്റിയും അതിലുണ്ടാകുന്ന ഡെവലപ്മെന്റുകളെ പറ്റിയുമുള്ള പഠനമാണ് ആന്ത്രോപോളജി, നരവംശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ നരവംശാസ്ത്രമായി ബന്ധപ്പെട്ട് അതിലുള്ള റീഡിങ്സ് നമുക്ക് ആൻഷ്യൻ സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതിന്, റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ആൻഷ്യൻ സൊസൈറ്റിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ഉണ്ട്, അതിൻ്റെ നേച്ചർ എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് ലാസ്റ്റ് നോക്കുന്നത്, ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ആൻഷ്യൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റൽ സോഴ്സുകൾ, എസ്പെഷ്യലി ഋഗ്വേദയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഓരോ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആൻഷ്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കും എന്നുള്ളതാണ്. ആൻഷ്യൻ സൊസൈറ്റിയെ പറ്റി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സോഴ്സസ് ദാറ്റ് റിവീൽ ദ നേച്ചർ ഓഫ് ദി ആൻഷ്യൻ സൊസൈറ്റി, പ്രാചീന സമൂഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്ന സോഴ്സുകളെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഷ്യൻ സൊസൈറ്റി എന്നതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മളൊരു ചെറിയ നമ്മുടെ ഒരു നോട്ടം അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ
വേരിയസ് റീഡിങ്സ് ഓഫ് ദി സോഴ്സസ്, സോഴ്സുകളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തരം സോഴ്സുകളുണ്ട്. ആ സോഴ്സുകളെ തന്നെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള റീഡിങ്സുകൾ നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു മൊത്തം ചാപ്റ്ററിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കും, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആന്ത്രോപോളജിക്കൽ റീഡിങ്സ്, ആൻഷ്യൻ സൊസൈറ്റിയെ പറ്റിയുള്ള ആന്ത്രോപോളജിക്കൽ റീഡിങ്സ് ആണ്. നാലാമത്തെ പാർട്ട് നേച്ചർ ഓഫ് ആർക്കിയോളജി, അഞ്ചാമത്തെ ചാപ്റ്റർ ടെക്സ്റ്റൽ സോഴ്സുകളാണ്. അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് പോവുകയാണ്. ആൻഷ്യൻ സൊസൈറ്റി, പ്രാചീന ഇന്ത്യയിലെ സമൂഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട സോഴ്സുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളുകൾ കൂടി നമ്മൾ പറയും. അപ്പം ബേസിക്കലി ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? റീകൺസ്ട്രക്ഷൻ ആണ്. നമ്മുടെ പാസ്റ്റിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രക്രിയയിൽ നമ്മളെ സഹായിക്കുന്നത്, റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഒരുപാട് സോഴ്സുകൾ, എവിഡൻസുകളാണ്. അപ്പോൾ അത് തന്നെയാണ് സോഷ്യൽ സ്ട്രക്ചറുകളെയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക ഘടനകളെയും റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എപ്പിഗ്രാഫിയാണ്. എന്താണ് എപ്പിഗ്രാഫി എന്ന് പറയുന്നത്? നിങ്ങൾക്ക് സൈഡിൽ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാകും. നമ്മൾ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അശോകന്റെ ഈഡിക്റ്റ് ആണ്, മറ്റേത് രുദ്രദാമന്റെ ജുനഗഡിലുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ എന്താണ് എപ്പിഗ്രാഫി എന്ന് പറയുന്നത്? എപ്പിഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ. ഇൻസ്ക്രിപ്ഷനുകളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. എന്താണ് ഇനി ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? ഇൻസ്ക്രിപ്ഷൻസ് ആർ എൻഗ്രേവ്ഡ് ഓൺ സ്റ്റോൺ ടാബ്ലറ്റ്സ്, മെറ്റൽ പ്ലേറ്റ്സ്, പില്ലാസ്, വാൾസ് ഓഫ് കേവ്സ് എക്സെട്ര. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോൺ ടാബ്ലറ്റ്സ്, കല്ലുകൊണ്ടുള്ള ടാബ്ലറ്റ്സുകളിൽ, അതുപോലെ തന്നെ മെറ്റൽ പ്ലേറ്റുകളിൽ, തൂണുകളില്, ഗുഹകളുടെ കേവുകളിലൊക്കെയുള്ള കൊത്തിവെക്കലുകളാണ്. പ്രാചീന കാലഘട്ടത്തിലെ മനുഷ്യരുടെ കൊത്തിവെക്കലുകളെയോ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളെയോ ആണോ നമ്മൾ ഇൻസ്ക്രിപ്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? സ്റ്റോൺ ടാബ്ലറ്റിലോ മെറ്റലിലോ പില്ലാർസിലോ വാൾസ് ഓഫ് കേവ്സിലോ ഒക്കെ കൊത്തിവെച്ചതായിരിക്കും ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പഠനത്തെയാണ് നമ്മൾ എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ആ ഒരു കാലഘട്ടത്തിലെ ഇത്തരം എഴുത്തുകൾ അല്ലെങ്കിൽ കൊത്തിവെക്കലുകൾ നമുക്ക് ആ കാലഘട്ടത്തെ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻ റെപ്രസെന്റ് വേരിയസ് ലാംഗ്വേജസ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്തായിരിക്കും? വ്യത്യസ്ത ലാംഗ്വേജുകളിലായിരിക്കും ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷനുകൾ കാണപ്പെടുന്നത്. ഈ ഇൻസ്ക്രിപ്ഷനുകൾ എന്താണ്? പൊളിറ്റിക്കൽ, ആ ഒരു കാലഘട്ടത്തിലെ ഏതൊരു കാലഘട്ടത്തിലാണോ ഈ ഇൻസ്ക്രിപ്ഷനുകൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടുമുള്ള അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അവിടെ നമുക്ക് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. ചില ഇൻസ്ക്രിപ്ഷനുകൾ എന്ന് പറയുന്നത് ഇപ്പം എസ്പെഷ്യലി അശോകന്റെ ഈഡിക്ട്സ്, രുദ്രദാമന്റെ ഈഡിക്ട്സ്, ഇൻസ്ക്രിപ്ഷൻസുകളൊക്കെ ഒരു ഒഫീഷ്യൽ റെക്കോർഡ്സ് ആണ്. അഥവാ അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ള ഓർഡറുകളൊക്കെയാണ് ആ ഇൻസ്ക്രിപ്ഷനുകൾ ഉള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഭരണത്തെക്കുറിച്ച്, ഒഫീഷ്യൽ റെക്കോർഡ്സുകളെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് എപ്പിഗ്രാഫി പഠനം, അതല്ലെങ്കിൽ എപ്പിഗ്രാഫി എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷനുകൾ കൊണ്ട് നമുക്ക് സാധ്യമാകുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട് ഇൻസ്ക്രിപ്ഷനുകൾക്ക്. ഒന്ന് ഈഡിക്ട്സ് ഓഫ് അശോകന്റെ ഈഡിക്ട്സ് ഉണ്ട്, സമുദ്രഗുപ്തയുടെ പില്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ രുദ്രദാമന്റെ ജുനഗഡിലെ ഇൻസ്ക്രിപ്ഷനുകൾ ഉണ്ട്. ഇനിയുള്ളത് അതുപോലെ തന്നെ ഈ ഇൻസ്ക്രിപ്ഷനുകൾ ഒന്നിലധികം ഭാഷകളിലുള്ള ഇൻസ്ക്രിപ്ഷനുകൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം ഡൽഹിയിൽ നിന്ന് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്, ബരാംപൂരിലും കണ്ടെത്തിയിട്ടുണ്ട്. മ്യൂസിക്കൽ, സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പറയുന്ന ഇൻസ്ക്രിപ്ഷനുകൾ പുതുക്കോട്ടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റീസ് ചിറ്റോറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ മ്യൂസിക്കൽ റൂൾസ്, അവിടുത്തെ ഭരണം, അവിടുത്തെ ആർക്കിടെക്ചർ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അവിടുത്തെ സൊസൈറ്റിയെ പറ്റിയുള്ള വിവരങ്ങൾ ഈ ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻ ഓൺ മെറ്റൽ പ്ലേറ്റ്, ലോഹ പ്ലേറ്റുകളിലുള്ള ഇൻസ്ക്രിപ്ഷനുകൾക്ക് ഉദാഹരണങ്ങളാണ് ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ളത്. അതുപോലെ തന്നെ ഉത്തിരമേറൂർ ഇൻസ്ക്രിപ്ഷൻ ചോള ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ആണ് ഉത്തിരമേറൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ എലക്ഷൻ രീതി, ഭരണത്തിലേക്കുള്ള ആളുകളെ എലക്ട് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ആ പറയുന്ന ഉത്തിരമേറൂർ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ
അത്ര അത് ഒരു മെറ്റൽ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇത്തരം അവിടുത്തെ ഒഫീഷ്യൽ റെക്കോർഡ്സും അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും സൊസൈറ്റിയെ പറ്റിയും ഒക്കെ വളരെ വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന റെക്കോർഡ്സുകൾ പലതും അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷനുകൾ പലതും ശാഖാ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ശാഖാ കലണ്ടർ, വിക്രമകാല ഇറ, ഈ ഒരു കാലഘട്ടത്തിലാണ് ഇവ പലതും രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഈ പറയുന്ന ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എപ്പിഗ്രാഫി throws the light on the life lived in the past, the nature of society and economy and the general state of life. ആ കാലഘട്ടത്തിലെ മനുഷ്യർ ജീവിച്ചിരുന്ന രീതികളെ കുറിച്ചും അവരുടെ ആ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തെ പറ്റിയുമുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ് ആണ്. എന്താണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്? ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കോയിൻസ് ആണ്. കോയിനുകളുടെ പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓരോ കാലഘട്ടത്തിലും പ്രാചീന കാലഘട്ടത്തിൽ വ്യത്യസ്ത രാജാക്കന്മാർ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് രൂപപ്പെട്ടത് മുതൽ വ്യത്യസ്ത രാജാക്കന്മാർ അവരുടെ കാലഘട്ടത്തിൽ ട്രേഡിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? കോയിൻസ് അച്ചടിച്ചിട്ടുണ്ട്. ഈ കോയിൻസ് ഒക്കെ തന്നെയും ആ കാലഘട്ടത്തിലെ കോയിൻസുകൾ കണ്ടെത്തി അവ പഠിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. പാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത ഇഷ്യൂസിന്, വ്യത്യസ്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ദാറ്റ് പീരീഡ്, ആ കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ക്രൊണോളജി, കാലഗണനയെ പറ്റി നമുക്ക് വ്യക്തമായ അറിവ്, കാരണം കോയിൻസുകളിൽ അച്ചടിച്ച കാലഘട്ടം പലരും ആലേപനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ കിട്ടും. മറ്റൊരു ഉദാഹരണം അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രേഡ് ഏതൊക്കെ തരത്തിലായിരുന്നു, ആരൊക്കെയായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ആൻഷ്യൻ സൊസൈറ്റിക്ക് ട്രേഡ് റിലേഷനുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്തുണ്ട്? റോമൻ കോയിൻസ് ഡിസ്കവേർഡ് ഇൻ ഇന്ത്യയിൽ നിന്ന് റോമൻ കോയിൻസുകൾ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൻഷ്യൻ പീരീഡിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് റോമിലെ ആളുകൾക്ക് ഇന്ത്യയുമായിട്ട് ട്രേഡ് റിലേഷനുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ശതവാഹന, നമ്മൾ ലാസ്റ്റ് വന്നത് പുരാണിക് അക്കൗണ്ട്സ് ഓഫ് ശതവാഹന റൂളേഴ്സിനെ പറ്റി, അവരുടെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ജോഗൽതമ്പി എന്ന് പറയുന്ന നാസിക്കിലെ ഒരു പ്രദേശമാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ജോഗൽതമ്പി എന്ന് പറയുന്നത്. ജോഗൽതമ്പി ഹോർഡ്സ് ഓഫ് കോയിൻസ്, അവിടെ ഒരു നാണയത്തിന്റെ ശേഖരം പോലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ശതവാഹന റൂളേഴ്സിനെ പറ്റി നമുക്ക് വളരെയധികം ഡീറ്റെയിൽസ് ലഭിക്കുന്നത്. ഇനി നമ്മൾ പറയും ആൻഷ്യൻ പീരീഡിലെ, ഏർലി മീഡിയവൽ പീരീഡിലെ ഗുപ്ത സാമ്രാജ്യം വളരെ ഹെൽത്തി എക്കണോമിക് കണ്ടീഷനുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ രാജാക്കന്മാർ കോയിൻസ് ഉണ്ടാക്കിയിരുന്നത് കോപ്പറിനും സിൽവറിനും പുറമെ ഗോൾഡിലും സ്വർണത്തിലും കോയിൻസ് അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വർണത്തിൽ പോലും ഇങ്ങനെ കോയിൻസ് അച്ചടിക്കണമെങ്കിൽ ആ ഒരു കാലഘട്ടം വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനൊക്കെ ശേഷം നഗരങ്ങളുടെ ഒരു തകർച്ച ഉണ്ടാകുന്ന ഒരു സമയത്ത്, ഏർലി മീഡിയവൽ പീരീഡിൽ ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷം ഒരു നഗരത്തിൽ ഒരു തകർച്ച ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. അതിനുള്ള കാരണം പോലും പറയുന്നത് ആ ഒരു സമയത്ത് മീൻസ് ആ ഒരു ഐഡിയയിലേക്ക്, ആ ഒരു പീരീഡിൽ, ഏർലി മീഡിയവൽ പീരീഡിൽ ഇവിടെ ഒരു അർബൻ ഡീക്കേ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക്, ആശയത്തിലേക്ക് ഹിസ്റ്റോറിയൻസ് എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കോയിൻസിന്റെയും കറൻസിയുടെയും ഒക്കെ ദാരിദ്ര്യം കാണുന്നുണ്ട്. പൗസിറ്റി ഓഫ് കറൻസി, ലെസർ കണ്ടന്റ് ഓഫ് പ്രഷ്യസ് മെറ്റൽ ഇൻ കോയിൻസ് ഉണ്ടാക്കിയതിൽ തന്നെ ഇത്ര മൂല്യമുള്ള മെറ്റൽസ് വളരെ കുറയുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ കാലഘട്ടത്തിൽ ട്രേഡ് കുറഞ്ഞിരുന്നു, ആ കാലഘട്ടത്തിൽ നഗരങ്ങൾ നശിച്ചിരുന്നു എന്ന ഒരു നിഗമനത്തിലേക്ക് ഹിസ്റ്റോറിയൻസ് എത്തുന്നത്. അപ്പോൾ ആ പറയുന്ന ന്യൂമിസ്മാറ്റിക്സിനും കോയിൻസിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കും ഈ പറയുന്ന രീതിയിൽ എന്തുണ്ട്? വളരെയധികം ഇമ്പോർട്ടൻസ്, ആൻഷ്യൻ സൊസൈറ്റിയെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ആർക്കിയോളജിയാണ്. നിങ്ങൾക്കറിയാം, ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദി മെറ്റീരിയൽ റിമൈൻസ് ഓഫ് ദി പാസ്റ്റ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ മെറ്റീരിയൽ റിമൈൻസിനെയാണ് നമ്മൾ മെറ്റീരിയൽ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്?
ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ എന്ന് പറയുന്നത്. അപ്പം അതിൽ ബിൽഡിങ്ങുകൾ, മോണിമെന്റ്സ്, ബിൽഡിങ്സ്, ആ കാലഘട്ടത്തിലെ ബിൽഡിങ്സുകൾ, മോണിമെന്റ്സ്, സ്മാരകങ്ങൾ, അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽ അവശിഷ്ടങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും. അപ്പം മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവനന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പോട്ട്സ്, പോട്ടറി, സീൽസ്, അതുപോലെ തന്നെ മനുഷ്യന്റെ സ്കെലിറ്റൽ റിമൈൻസ്, ഇതൊക്കെ ഈ പറയുന്ന ആർക്കിയോളജിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ശേഖരങ്ങൾ, ഈ മെറ്റീരിയൽ റിമൈൻസ് നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എക്സ്കവേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ലോത്താളില്, കാലിബംഗണില്, സിന്ധില്, ഹാരപ്പ്, അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ എക്സ്കവേറ്റ് ചെയ്തിട്ട് ഇത്തരം റിലിക്സുകൾ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ കൊണ്ടാണ് വളരെ വലിയ രീതിയിൽ നമുക്ക് ഈ ഒരു ആൻഷ്യൻ പീരീഡിനെ പറ്റി, നമുക്ക് എഴുതപ്പെട്ട രേഖകളില്ലാത്തൊരു കാലഘട്ടത്തെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടുത്തെ സൊസൈറ്റിയെ പറ്റി, അവിടുത്തെ കൾച്ചറിനെ പറ്റി, അവിടുത്തെ ആളുകളുടെ ജീവിതത്തെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ഉള്ളത് കൊണ്ടാണ്. തക്ഷശിലയിലെ എക്സ്കവേഷൻ ആണ് കുഷാണന്മാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ വിവിധ ഉദാഹരണങ്ങൾ, നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും, ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ലൈഡുകളിൽ. എക്സ്കവേഷൻ അറ്റ് സൗത്ത് ഇന്ത്യൻ സൈറ്റ്സ് സച്ച് ആസ് അതിച്ചല്ലന്നൂല്, ചന്ദ്രവാലി, ബ്രഹ്മഗിരിയിലൊക്കെയുള്ള എക്സ്കവേഷൻസ് അവിടുത്തെ പ്രീഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ച് വിവിധ ഇൻഫർമേഷനുകൾ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അജന്ത എന്ന എല്ലോറ കേവിലെ എക്സ്കവേഷൻ കാണിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് ചിത്രകലയിൽ ഉണ്ടായിരുന്ന താല്പര്യത്തെയും ഇൻട്രസ്റ്റിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ആർക്കിയോളജിയും ഈ പറയുന്ന ആൻഷ്യൻ സൊസൈറ്റിയെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. ലിറ്ററേച്ചറാണ് മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ ആൻഷ്യൻ പീരീഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ലിറ്ററേച്ചറുകൾ, സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഒന്നും ഹിസ്റ്ററി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഹിസ്റ്ററി എഴുതണം എന്ന ഉദ്ദേശത്തോടു കൂടി രചിച്ചിട്ടുള്ളവയൊന്നും അല്ല അത് ആ കാലഘട്ടത്തിലെ എക്സ്പീരിയൻസ്, അവരുടെ ദൈവാരാധന, വേർഷിപ്പുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള രചനകളാണ് പലതും. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ലിറ്ററേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വേദാസ് ഉണ്ട്, 4 വേദങ്ങൾ, ബ്രാഹ്മണാസ്, അരണ്യകാസ്, ഇവയൊക്കെ ബേസിക്കലി വേദങ്ങളുടെ കമന്ററീസ് ആണ്. ഉപനിഷത്തുകളുണ്ട്, അതൊരു ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ആണ്. ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. പിന്നെ എപ്പിക്സ് ആയിട്ടുള്ള രാമായണവും മഹാഭാരതവും ഉണ്ട്, ബൃഹശാസ്ത്രാസ് ഉണ്ട്, പുരാണങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട 18 പുരാണങ്ങളുണ്ട്. അങ്ങനെ ഇവയൊക്കെ തന്നെയും ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ സ്റ്റൈലിനെ പറ്റിയും അവിടുത്തെ സൊസൈറ്റിയെ പറ്റിയും ഒക്കെ വിശദമായ വിവരങ്ങൾ നൽകുന്നവയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബുദ്ധിസ്റ്റ് ആൻഡ് ജൈൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലെ ബുദ്ധിസവും ജൈനിസവും ഒക്കെ ഉയർന്നു വന്ന ഒരു കാലഘട്ടം 6-ആം നൂറ്റാണ്ട് എന്ന് പറയുന്നത്, BC 6-ആം നൂറ്റാണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ബുദ്ധിസവും ജൈനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചറുകൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന ലിറ്ററേച്ചറുകളൊക്കെ തന്നെയും നമ്മൾ മുൻപ് പറഞ്ഞ വേദാസും ബ്രാഹ്മണാസും ഒക്കെ പോലെയുള്ളതും ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകളും ഒക്കെ തന്നെയും രചിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ്, പാലി, പ്രാകൃത് എന്നിവയൊക്കെയാണ്. ഈ ഭാഷകളിലൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ലിറ്ററേച്ചറുകൾ എഴുത്തുകൾ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിലെ ഒരു വലിയ ലിറ്ററേച്ചർ ഒരു സാഹിത്യ രചനയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണ്. ഞാൻ ജസ്റ്റ് കൗടില്യന്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കൗടില്യന്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കാണ്. അതൊരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ സംഭാവനകൾ നൽകുന്ന, എങ്ങനെയായിരിക്കണം ഒരു രാജ്യത്തെ ഭരണം എന്നൊക്കെ പറയുന്ന ഒരു രചനയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും അവിടുത്തെ രാജാവിന്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയും ഒക്കെ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ ഒന്നാണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സംഘം ലിറ്ററേച്ചർ നമുക്കറിയാം, തമിഴ് ഭാഗവുമായി, റീജിയനുമായി ബന്ധപ്പെട്ടിട്ട് സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ലിറ്ററേച്ചറുകളാണ് തമിഴ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. 3 സംഘങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ സംഘത്തിൽ വെച്ചിട്ട് വിവിധ പോയറ്റ്സ്, കോഡ് പോയറ്റ്സുകളും ഒക്കെ ഇരുന്ന് രചിച്ചിട്ടുള്ള കവിതകളൊക്കെയാണ് സംഘം ലിറ്ററേച്ചറിൽ വരുന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ലിറ്ററേച്ചറുകളും ആ ഒരു കാലഘട്ടത്തിലെ ആൻഷ്യൻ പീരീഡിലെ സൊസൈറ്റിയിലെ സമൂഹത്തെ പറ്റി, അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി, അവരുടെ കൾച്ചറിനെ പറ്റി, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ പറ്റി, അവിടുത്തെ ജീവിതത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് അതിൽ നിന്നും കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയാണ്
എന്ത് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എപ്പിഗ്രാഫി പറഞ്ഞു, ന്യൂമിസ്മാറ്റിക്സ് പറഞ്ഞു, ആർക്കിയോളജി പറഞ്ഞു, അതിനുശേഷം നമ്മൾ ലിറ്ററേച്ചർ പറഞ്ഞു. ഇതൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ആൻഷ്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഈ സോഴ്സുകളുടെ ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ വിശകലനം എങ്ങനെയായിരിക്കണം, അത് എങ്ങനെയൊക്കെയാണ് നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഹിസ്റ്ററി വിദ്യാർത്ഥി, ഒരു ചരിത്ര വിദ്യാർത്ഥി നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പ്രോബ്ലം ഷുഡ് ബി ഡിസ്കസ്ഡ് വിത്ത് ഓപ്പൺ മൈൻഡ്. ഒരു തുറന്ന മനസ്സോടു കൂടി ആയിരിക്കണം എപ്പോഴും നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പ്രോബ്ലത്തെ കാണേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും ബയാസ്ഡ് ആയിരിക്കരുത്, ഇന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ബയാസ്ഡ് ആയിരിക്കരുത് ഒരിക്കലും നമ്മളുടെ ഹിസ്റ്റോറിക്കൽ പ്രോബ്ലത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. എപ്പോഴും ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു റീറൈറ്റിംഗ് പ്രോസസ്സാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പം നമുക്ക് കിട്ടിയ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഹിസ്റ്ററി, ഒരു പാസ്റ്റിനെ കുറിച്ച് നമ്മളൊരു ഹിസ്റ്ററി എഴുതിയിട്ടുണ്ടാകും. എന്നാൽ കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പം അതേ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ എവിഡൻസുകൾ കിട്ടും. അപ്പൊ ആ കൂടുതൽ എവിഡൻസുകൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഹിസ്റ്ററിയിൽ റീറൈറ്റിംഗ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പഠനശാഖയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അങ്ങനെ റീറൈറ്റിംഗ് സംഭവിക്കുമ്പോൾ അതിന് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത മെത്തഡോളജികളും പുതിയ ആശയമായിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് രൂപപ്പെട്ടു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള മുൻപ് കിട്ടാത്ത പ്രീവിയസ്ലി അൺനോൺ ആയിട്ടുള്ള ഫാക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ റീറൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള മാർക്ക് ബ്ലോക്ക്, ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അദ്ദേഹത്തിന്റെ കൃതിയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് റൂട്ടഡ് ഇൻ എ മെത്തേഡ് സ്പെസിഫിക് ടു ഹിസ്റ്ററി ആസ് എ ഡിസിപ്ലിൻ, ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി ഹാസ് evolved through philosophical engagement and empirical investigation over centuries. നൂറ്റാണ്ടുകളോളം എടുത്തിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിലൂടെയും തത്വചിന്താപരമായിട്ടുള്ള എൻഗേജ്മെന്റുകളിലൂടെയും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിസ്റ്റോറിക്കൽ മെത്തഡോളജിയിലേക്ക് ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷനുകൾ അല്ലെങ്കിൽ സോഴ്സുകളെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിൽ സംശയങ്ങൾക്ക് വലിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയി പോകരുത്. സ്റ്റുഡൻസ് ഓഫ് ഹിസ്റ്ററി should suggest possibilities based on sound evidence rather than presenting definitive conclusion. നമുക്കൊരു സോഴ്സ് കിട്ടി, നമുക്ക് വ്യക്തമായിട്ടുള്ള സോഴ്സുകൾ കിട്ടി, ആ സോഴ്സുകൾ നമ്മൾ പഠിക്കുന്നു, അത് വിശകലനം ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോസിബിലിറ്റീസ്, സാധ്യതകളായിരിക്കണം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല എന്നാണ് ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇന്റർപ്രിട്ടേഷന്റെ ഒരു പൊതുവായിട്ടുള്ള തിയറി കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആൻഷ്യൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർപ്രിട്ടേഷനുകളാണ്. നമ്മളിവിടെ ഡിസ്കഷനിൽ നമ്മൾ എടുക്കുന്നത് ഒന്ന് ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആൻഷ്യൻ സൊസൈറ്റിയുടെ ആന്ത്രോപോളജിക്കൽ റീഡിങ്സ് ആണ് എടുക്കുന്നത്. രണ്ടാമത് നമ്മൾ ആർക്കിയോളജിക്കൽ റീഡിങ്സ് എടുക്കും, പിന്നെ നമ്മൾ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള റീഡിങ്സ് എടുക്കും. ആന്ത്രോപോളജിക്കൽ റീഡിങ്സ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു കാലഘട്ടത്തിലെ ട്രൈബുകളെ പറ്റിയിട്ട്, ഗോത്രങ്ങളെ പറ്റിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്ത്രോപോളജിക്കൽ റീഡിങ് നടത്തുന്നത്. ആർക്കിയോളജിക്കൽ റീഡിങ്സ് ചാൽക്കോളിത്തിക് സെറ്റിൽമെന്റുകളെ പറ്റി, പ്രത്യേകിച്ച് ഹാരപ്പൻ സിവിലൈസേഷനുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചാൽക്കോളിത്തിക് സെറ്റിൽമെന്റുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കിയോളജിക്കൽ റീഡിങ്സ് എടുക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റുവൽ റീഡിങ് നമ്മൾ എടുക്കുന്നത് ഋഗ്വേദ കാലഘട്ടം, വേദ കാലഘട്ടം ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഋഗ്വേദ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്റർപ്രിട്ടേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഋഗ്വേദ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ, ലിറ്ററേച്ചറിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് ദ വേരിയസ് റീഡിംഗ് ഓഫ് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ഈസ് എസെൻഷ്യൽ ബിഫോർ ഡെൽവിങ് ഇൻ ടു സ്പെസിഫിക് സോഴ്സസ്. നമ്മളൊരു സ്പെസിഫിക് സോഴ്സുകൾ എടുത്ത് പരിശോധിക്കുന്നതിന് മുൻപേ ആയിട്ട് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഓൾറെഡി നിലവിലുള്ള വ്യത്യസ്തമായ റീഡിങ്ങുകളെ, വ്യത്യസ്തമായ
എന്താണ് ഐഡിയോളജികളെ നമ്മൾ വളരെ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കൊളോണിയൽ കൺസ്ട്രക്ഷൻ ആണ്. ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി, ഇന്ത്യൻ പാസ്റ്റിനെ പറ്റി, ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റി ആദ്യമായിട്ട് മോഡേൺ പീരീഡിൽ ആദ്യമായിട്ട് അതിനെ ഒരു വലിയ വിശകലനം ചെയ്തിട്ടുള്ളത് കൊളോണിയലിസ്റ്റുകളാണ്, യൂറോപ്യൻസ് ആണ്. അവർ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടേതായ ഭരണ സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പഠനം, ഇന്ത്യയെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ ആണ്, കൊളോണിയൽ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്, ഇന്ത്യൻ പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് മുമ്പിലുള്ള ആദ്യത്തെ തെളിവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ്, ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി, ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയുള്ള കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ്, ഹിസ്റ്ററിയെ പറ്റിയുള്ള കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് യൂട്ടിലിറ്റേറിയനും ഒന്ന് ഓറിയന്റലിസ്റ്റുമാണ്. യൂട്ടിലിറ്റേറിയൻ പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അവർ പറയുന്നത്, യൂട്ടിലിറ്റേറിയൻ പേഴ്സ്പെക്റ്റീവിൽ അവർ പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി വാസ് ചേഞ്ച്ലെസ്. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് മാറ്റങ്ങളൊന്നുമില്ലാത്ത ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്. അവർ സജസ്റ്റ് ചെയ്യുന്നത് ദി സൊസൈറ്റി കുഡ് ബി ചേഞ്ച് ത്രൂ ലെജിസ്ലേഷൻ ബൈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു ബ്രിങ് അബൌട്ട് പ്രോഗ്രസ്. അപ്പൊ അവർ പറയുന്നത് ഇത്തരത്തില് ബ്രിട്ടീഷ് ഭരണങ്ങള് ലെജിസ്ലേഷൻ, നിയമങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് ഇതിൽ പ്രോഗ്രസ്സുകളും മാറ്റങ്ങളും ഒക്കെ വരിക എന്നുള്ളതാണ് യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റിൽ പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട വക്താവാണ് ജെയിംസ് മില്ല് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഫോക്കസ്ഡ് ഓൺ ദ നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് അദ്ദേഹം എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ യൂട്ടിലിറ്റേറിയൻ ആശയത്തിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു ജെയിംസ് മില്ല് എന്ന് പറയുന്നത്. ജെയിംസ് മില്ലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്, വേർതിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്റർപ്രിട്ടേഷനുകളെ കുറിച്ചാണ്, സോഴ്സുകളുടെ ഇന്റർപ്രിട്ടേഷനുകൾ അടിസ്ഥാനത്തിലുള്ള ആൻഷ്യൻ സൊസൈറ്റിയുടെ പഠനത്തെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ ആദ്യമായിട്ട് ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകൾ കൊളോണിയലിസ്റ്റുകളാണ്, യൂറോപ്യൻസ് ആണ്. അപ്പൊ അവർക്ക് രണ്ട് തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവുകൾ ഉണ്ട്, ഒന്ന് യൂട്ടിലിറ്റേറിയനും ഒന്ന് ഓറിയന്റലിസ്റ്റും. യൂട്ടിലിറ്റേറിയന്റെ പ്രധാനപ്പെട്ട വക്താവായിരുന്നു ജെയിംസ് മില്ല് എന്ന് പറയുന്നത്. ജെയിംസ് മില്ല് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് മാറ്റങ്ങൾക്കൊന്നും വിധേയമാകാത്ത ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം ആ ഒരു അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ വേർതിരിക്കാൻ നോക്കിയിട്ടുള്ള ആളാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയെ ഹിന്ദു, മുസ്ലിം പീരീഡുകൾ, ക്രിസ്ത്യാനിറ്റി പീരീഡ് അങ്ങനെ തുടങ്ങി വ്യത്യസ്ത രീതിയിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ വേർതിരിച്ച് വെച്ചിട്ടുള്ളത് ജെയിംസ് മില്ലാണ്. അപ്പോൾ ഈ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഹിസ്റ്ററിയെയും സൊസൈറ്റിയെയും കൾച്ചറിനെയും പൊളിറ്റിക്കൽ ലൈഫിനെയും ഒക്കെ ഈ കൊളോണിയൽ പേഴ്സ്പെക്റ്റീവിൽ ഇവർ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് വന്നിട്ടുള്ള ഇന്ത്യയിലെ ചരിത്ര രചനകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ പറയുന്ന ഒരു ആശയം ഏതോ ഒരു തരത്തിൽ ഇവയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഓറിയന്റലിസ്റ്റ് ആണ്, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്നതാണ്. ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസത്തിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ദിസ് തിയറി പ്രപ്പോസ്ഡ് എ ഗവേണൻസ് സിസ്റ്റം വിത്ത് ഡെസ്പോട്ടിക് റൂളർ അറ്റ് ദ ടോപ്പിൽ എന്തായിരിക്കും, ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണാധികാരിയുടെ ഭരണം ഉണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും ബോട്ടം, താഴെ ലെവലില് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള വില്ലേജുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ വില്ലേജുകള്, the surplus from the village was taken by the despotic ruler. വില്ലേജുകളിൽ നിന്നുള്ള, സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള വില്ലേജുകളിൽ നിന്നുള്ള സർപ്ലസ് അഥവാ മിച്ചോൽപാദനം ഈ പറയുന്ന ഡെസ്പോട്ടിക് റൂളേഴ്സ്, സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ അവരുടെ കോർട്ടിലേക്ക് എടുക്കും. മച്ച് ഓഫ് ഏഷ്യ വാസ് അസ്യൂംഡ് ടു ബി അരിഡ്. ഏഷ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അത്ര അരിഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ അത്ര എന്താ പറയാ, വിളവ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് വളരെ കുറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റം ആരുടെ കയ്യിലാണോ ഉള്ളത്, അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണോ ഉള്ളത്, അവർക്കായിരിക്കും ഈ പറയുന്ന പ്രദേശത്തിന്റെ മൊത്തം ഭരണം ലഭിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പവറായി മാറാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ഓറിയന്റൽ ഡെസ്പോട്ടിസം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓറിയന്റൽ ഡെസ്പോട്ടിസത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് കാൾ മാർക്സിന്റെ പിന്നീട് വന്നിട്ടുള്ള ഒരു ആശയമാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ
എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം ഉരുത്തിരിഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്നത് ഈ പറയുന്ന ഓറിയന്റൽ ഡെസ്പോട്ടിസത്തിൽ നിന്നും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് അതിലെ കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം നാഷണലിസ്റ്റുകളും മാർക്സിസ്റ്റ് സ്കൂളുകളും ഒക്കെ തന്നെ ഈ പറയുന്ന ഓറിയന്റൽ ഡെസ്പോട്ടിസത്തെയൊക്കെ പിന്നീട് റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ 1960-70 അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് പഠനം നടത്തിയ ആളുകൾ എന്ന് പറയുന്നത് കൊളോണിയലിസ്റ്റ് യൂറോപ്യൻസ് ആണ്. പിന്നീട് നാഷണലിസ്റ്റുകൾ ഇന്ത്യയെ കുറിച്ചുള്ള ആൻഷ്യൻ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതിനുശേഷം ആ സമയത്ത് തന്നെ മാർക്സിസ്റ്റ് ചിന്തകന്മാരുടെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം 1960-70 അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിപെൻഡൻസിന് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണിത്. ഈ ഒരു കാലഘട്ടത്തിൽ ഹിസ്റ്ററി പഠനത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഡൈനാസ്റ്റീസ്, ഹീറോയിക് ഡീഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക വീരപരിവേഷം നൽകിയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ ഒരു ഫോക്കസ് ഹിസ്റ്ററി പഠനത്തിന്റെ ഫോക്കസ് മാറിയിട്ട് എങ്ങോട്ട് പോയി ബ്രോഡ് ബേസ്ഡ് സ്റ്റഡി ഓഫ് സോഷ്യൽ ഫോംസ്, സമൂഹത്തിന്റെ വിവിധ രൂപങ്ങളിലേക്ക്, അവിടുത്തെ വിവിധ ഭാഗങ്ങളിലേക്ക്, സോഷ്യൽ സ്ട്രക്ചറുകളിലേക്ക്, സൊസൈറ്റിയിൽ തന്നെ വിവിധ ഘടകങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികളെ പറ്റിയായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വീരപരിവേഷം നൽകിയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ പറ്റി, യുദ്ധങ്ങളൊക്കെയായിരുന്നു. എന്നാൽ 1960-70 പീരീഡിൽ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പഠനങ്ങൾ കൂടുതൽ ആ ഒരു കാലഘട്ടത്തിലെ ആൻഷ്യൻ പീരീഡിലെ സൊസൈറ്റികളെ പറ്റി, അവിടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ പറ്റി, അവിടുത്തെ ജീവിതങ്ങളെ പറ്റി, എക്കണോമിക് പാറ്റേണിനെ പറ്റി, റിലീജിയസ് മൂവ്മെന്റുകളെ പറ്റി, കൾച്ചറൽ ആർട്ടിക്കുലേഷൻ, സാംസ്കാരിക ആവിഷ്കാരങ്ങളെ പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ 1960-70 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കൊളോണിയൽ ഇന്റർപ്രിട്ടേഷനുകളുണ്ട്, പഠനങ്ങളുണ്ട്. അതിനുശേഷം നടക്കുന്നത് നാഷണലിസ്റ്റുകളും മാർക്സിസ്റ്റിൻ്റെയും ഉണ്ട്. 60-70 കൂടുതൽ സോഷ്യൽ ഫോംസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠനങ്ങൾ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തും ആൻഷ്യൻ പീരീഡിൽ എടുത്ത് നോക്കിയാൽ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ ഫോമുകളുണ്ട്, സ്ട്രക്ചറുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ആളുകളുടെ കൂടി ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനലിസിസ് സ്കൂൾ എന്ന് പറയുന്നത് അത്തരത്തിൽ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള കീഴാള വിഭാഗങ്ങളുടെയൊക്കെ സബാൾട്ടേൺ സ്റ്റഡീസ് 1970 സബാൾട്ടേൺ സ്റ്റഡീസ് ഇന്ത്യയിൽ ഉയർന്നു വരുന്നത്. അപ്പൊ അതായത് സമൂഹത്തിലെ കീഴാള വിഭാഗത്തിന്റെ ഒക്കെ ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്, ഇന്റർപ്രിട്ടേഷൻ പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം. നമ്മൾ പറയുന്ന ഇതേ കാര്യം തന്നെയാണ്. അതായത് മാർക്സിസത്തിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാർക്സിസം ഉയർന്നു വരാൻ തുടങ്ങി. അതുപോലെ തന്നെ അനലിസിസ് സ്കൂളിനെ പോലുള്ള സ്റ്റഡീസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാർക്സിന്റെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ ആളുകൾ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് തന്നെ തള്ളിപ്പറയാൻ തുടങ്ങുകയും വ്യത്യസ്ത രീതിയിൽ മാർക്സിസ്റ്റ് ഹിസ്റ്ററിയുടെ വ്യത്യസ്ത രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ദർ വാസ് നോ യൂണിഫോം റീഡിംഗ് എമംഗ് മാർക്സിസ്റ്റ് ചിന്തകന്മാരിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള വായനകൾ ഉണ്ടായിട്ടില്ല. വ്യത്യസ്തമായ രീതിയിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ ചിന്തിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ എന്താണ് സോഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഹിസ്റ്ററിയെ പറ്റി കൂടുതൽ പഠനങ്ങൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി, ഉത്തേജനം ലഭിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെയൊക്കെ വക്താക്കളായിട്ട് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത് മാർക്ക് ബ്ലോക്ക്, ഫെർണാൻഡ് ബ്രദൽ, ഹെൻറി പിയർനെ, ഇത്തരം ആളുകളൊക്കെ ഈ ഒരു മേഖലയിൽ ഹിസ്റ്ററിയുടെ വിവിധ മേഖലകളിലേക്ക്, വിവിധ ഇന്റർപ്രിട്ടേഷൻ രീതികളിലേക്ക് തിരിയുന്നതിന് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് സോഴ്സുകളെ പറ്റി, ആൻഷ്യൻ സൊസൈറ്റിയെ പറ്റിയുള്ള ലഭ്യമായ സോഴ്സുകളെ പറ്റി പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഇന്റർപ്രിട്ടേഷനുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ആൻഷ്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീഡിങ്സ് എന്ന് പറയുന്നത് ആന്ത്രോപോളജിക്കൽ റീഡിങ്സ് ആണ്, അഥവാ നരവംശാസ്ത്രപരമായിട്ടുള്ള വായനകളാണ്. അപ്പോൾ എന്താണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്? ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സമൂഹവും അവന്റെ സംസ്കാരം, സൊസൈറ്റി, കൾച്ചർ, അതിലൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള
പഠനത്തെയാണ് നമ്മൾ നരവംശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നരവംശാസ്ത്ര പഠനത്തിലൂടെ നമുക്ക് എങ്ങനെ ആൻഷ്യൻ സൊസൈറ്റിയെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അതിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആൻഷ്യൻ സൊസൈറ്റിയെ കുറിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നത്, അത്തരം റീകൺസ്ട്രക്ട് ചെയ്യുന്ന സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം കാണുന്ന സ്ലൈഡ് എന്ന് പറയുന്നത് ആൻഷ്യൻ സൊസൈറ്റിയെ പറ്റിയിട്ട്, ആൻഷ്യൻ ഇന്ത്യയെ പറ്റിയിട്ട് ഗ്രീസിലൊക്കെ ആൻഷ്യൻ പീരീഡിൽ ഗ്രീസിൽ ഉണ്ടായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് എന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന പാരഗ്രാഫ് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. ദ ആൻഷ്യൻ സൊസൈറ്റി ആന്ത്രോപോളജിക്കൽ റീഡിങ്സ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇനിയുള്ള ഭാഗത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ മറ്റൊരു പാർട്ടാണ് ഇത്. ദ വ്യൂ ഓഫ് ഇന്ത്യ എറോസ് ഇൻ ഗ്രീസ് ബിറ്റ്വീൻ 6th and 4th century BC. നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡ് എന്ന് പറയുന്നത് 6ാം നൂറ്റാണ്ടിലും 6ാം നൂറ്റാണ്ട് മുതൽ 4ാം നൂറ്റാണ്ട് വരെ BC കാലഘട്ടത്തിൽ ഗ്രീസിൽ ഇന്ത്യയെ കുറിച്ചുണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിൽ കാണാൻ പറ്റുന്നത്. ഈ പറയുന്ന വ്യൂ വാസ് പാസ് ടു ദ റോമൻസ്. ഇതിന് ശേഷം റോമൻസിലെ ആളുകളിലേക്ക് അത് പാസ് ചെയ്യപ്പെട്ടു. ദേ സക്സീഡഡ് ദ ഗ്രീസ് ആസ് ദ സെൻറ്റർ ഓഫ് ദി ആൻഷ്യൻ മെഡിറ്ററേനിയൻ വേൾഡ് അഥവാ ഗ്രീസിന് ശേഷം ഗ്രീക്കിലായിരുന്നു പ്രാചീന കാലഘട്ടത്തിൽ ആദ്യ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. അത് പിന്നീട് സെൻട്രൽ മെഡിറ്ററേനിയനിലേക്ക് തിരിയുകയും റോമൻസിൻ്റെ കയ്യിലേക്ക് ആ ഒരു കാലഘട്ടത്തിലെ ആൻഷ്യൻ പീരീഡിലെ ഭരണം എത്തുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയെക്കുറിച്ചുള്ള ഈ വ്യൂ ഈ പറയുന്ന റോമൻസിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതിനുശേഷം ദ വ്യൂ മൈഗ്രേറ്റഡ് ടു നോർത്ത് യൂറോപ്യൻ ആഫ്റ്റർ ദ ഫാൾ ഓഫ് റോമൻ എംപയറിന്റെ തകർച്ചയോടുകൂടി ഈ പറയുന്ന ആശയം വടക്കേ യൂറോപ്പിലേക്ക് ഈ പറയുന്ന ആശയം ഇന്ത്യയെക്കുറിച്ചുള്ള വ്യൂ ഒക്കെ കാഴ്ചപ്പാടുകളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയിട്ട്, ഇന്ത്യയിലെ ജീവിതത്തെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സോഴ്സുകളും അതിൻ്റെ ഉപജ്ഞാതാക്കളും ഒക്കെ താഴെ പറയുന്ന ഒരു 4 പേരാണ്. ഒന്നാമത്തെ ആള് സ്കൈലാക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൽ ഒന്നാമത്തേത്. അദ്ദേഹം ഗ്രീക്ക് ഓഫീസർ സെന്റ് ബൈ ദാരീസ്, പേർഷ്യയിലെ റൂളറായിരുന്ന ദാരീസ് സെന്റ് ചെയ്ത ഒരു ഗ്രീക്ക് ഓഫീസർ ആയിരുന്നു സ്കൈലാക്സ് എന്ന് പറയുന്നത് 515 BC. അദ്ദേഹം ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പേർഷ്യ എന്ന് പറയുന്നത് ഇൻഡസ് വാലി വരെയുള്ള പ്രദേശത്ത് ആ കാലഘട്ടത്തിൽ പേർഷ്യയുടെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പേർഷ്യക്ക് ഈസ്റ്റേൺ മോസ്റ്റ് കിഴക്ക് അതിർത്തിയിൽ കിടക്കുന്ന പ്രൊവിൻസായ ഇൻഡസ് വാലിയിലെ അവിടുത്തെ ആളുകളെ അവലോകനം ചെയ്യുന്നത്, അവിടുത്തെ കൾച്ചർ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ടാസ്ക് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു സ്കൈലാക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയുള്ള ആൻഷ്യൻ സൊസൈറ്റിയെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ ഒരാൾ എന്ന് പറയുന്നത് ഹെറഡോട്ടസ് ആണ്. നമുക്കറിയാം ഹെറഡോട്ടസിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയെക്കുറിച്ച് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയും നമുക്ക് ആൻഷ്യൻ ഇന്ത്യയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മറ്റൊരാളാണ് ടെസിയാസ് എന്ന് പറയുന്ന വ്യക്തി, ടെസിയാസ് ഓഫ് നിഡസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഹെറഡോട്ടസിന്റെ ക്രിട്ടിക് അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശനാത്മകമായിട്ട് എഴുതിയിട്ടുള്ള രചനകൾ നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ പറയുന്നത് മെഗസ്തനീസ് ആണ്. മെഗസ്തനീസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അദ്ദേഹം മൗര്യൻ കോർട്ടിലേക്ക് അയക്കപ്പെട്ട ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു മെഗസ്തനീസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഗാങ്ങറ്റിക് പ്ലെയിനിൽ താമസിച്ചിട്ടുള്ള ആളാണ്. മൗര്യൻ കോർട്ടിൽ താമസിച്ചിട്ടുള്ള ആളാണ് മെഗസ്തനീസ് എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയിട്ട്, ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തെ പറ്റിയിട്ട്, അവരുടെ ഇടപാടുകളെ പറ്റിയിട്ട്, റിലേഷനുകളെ പറ്റിയിട്ട് ഒക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൃതികളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പാരാഗ്രാഫിൽ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ
വളരെ എക്സോട്ടിക് ആയിട്ടാണ് ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയും ഇന്ത്യയിലെ ആളുകളെ പറ്റിയിട്ടും ഇവിടുത്തെ സൊസൈറ്റിയെ പറ്റിയും ഒക്കെ എക്സോട്ടിക് ആയിട്ടാണ് അതിൽ വിശദീകരിച്ച് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആന്ത്രോപോളജിക്കൽ സ്റ്റഡിയിൽ സോഴ്സുകളായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സോഴ്സുകളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ ആളുകളുടെ കൃതികൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 പേരുടേതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള പഠനത്തിലൂടെ ആന്ത്രോപോളജിക്കൽ റീഡിങ്ങിലൂടെ നമുക്ക് ആൻഷ്യൻ സൊസൈറ്റിയുടെ ചില ഫീച്ചേഴ്സിനെ പറ്റി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കാണാനുള്ളത് സ്റ്റേജ് ഓഫ് ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഹണ്ടിങ്ങും ആൻഡ് ഗാദറിങ്ങും നടത്തിയിരുന്ന, വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചും ഫുഡ് കണ്ടെത്തിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ച് ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ അറിവിലുള്ളതുപോലെ തന്നെ സൊസൈറ്റി ആസ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഹാഡ് നോട്ട് യെറ്റ് എമേർജ്ഡ്. ആ ഒരു കാലഘട്ടത്തിൽ സൊസൈറ്റി എന്ത് ചെയ്തിട്ടില്ല, എമേർജ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ആന്ത്രോപോളജിക്കൽ റീഡിങ്സും നമ്മളോട് പറയുന്നത്. യൂണിറ്റ്സ് ഹണ്ടഡ് ടുഗദർ, ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവരെന്ത് ചെയ്യും, മൃഗങ്ങളെ വേട്ടയാടും. അതിനുശേഷം ആ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും, ഡിസ്പേഴ്സ് ചെയ്യപ്പെടും. അത് വിഘടിക്കും, ഇല്ലാതാവുകയും ചെയ്യുന്നത് നമുക്ക് ആ ഒരു സൊസൈറ്റിയുടെ പ്രത്യേകതയായിട്ട് കാണാം. ദർ വാസ് നോ പെർമനൻസി ഇൻ സൊസൈറ്റൽ റിലേഷൻഷിപ്പ്. സാമൂഹിക ബന്ധങ്ങളിൽ അവിടെ ഒരു സ്ഥിരത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല എന്നാണ് ആന്ത്രോപോളജിക്കൽ റീഡിങ്സും നമ്മളോട് പറയുന്നത്. ദ സ്റ്റേജ് ലാസ്റ്റഡ് ഫോർ ഓൾമോസ്റ്റ് 10 million years എന്ന് വെച്ചാൽ ഒരു 100 വർഷത്തോളം, 10 million ഇയേഴ്സ് ഈ പറയുന്ന പീരീഡ് ഇന്ത്യയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നീണ്ടു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന്, ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന്, ഹണ്ടിങ് ആൻഡ് ഗാദറിങ് പീരീഡിൽ നിന്ന് ഇതിൻ്റെ അവസാനത്തിൽ ഡൊമസ്റ്റിക്കേഷനിലേക്ക് അവിടുത്തെ ആ കാലഘട്ടത്തിലെ മനുഷ്യർ ഡൊമസ്റ്റിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ അതിലേക്കൊരു മാറ്റം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് എമേർജ്ഡ് വിത്ത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസും പ്ലാന്റ്സിനെയും ഒക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് അതിനെ വീട്ടിൽ തന്നെ ഇണക്കി വളർത്തിക്കൊണ്ടുള്ള ഫസ്റ്റ് സെറ്റിൽമെൻറ്റുകളാക്കിയാണ് ആ ഒരു സമയത്ത് ഉയർന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് എന്ത് ചെയ്തു, ട്രാൻസിഷൻ ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ദി ട്രൈബൽ വേൾഡ്. ഗോത്ര സമൂഹത്തിന്റെ എന്ത് ചെയ്തു, ക്രിയേഷനിലേക്ക്, നിർമ്മാണത്തിലേക്ക് ഇത് സഹായിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് എന്താണ് ട്രൈബ് എന്ന് പറയുന്നത്, എന്താണ് ഗോത്രം എന്ന് പറയുന്നത്, ആ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നാണ് നമ്മൾ വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. term tribe has been an inconsistent label used in various power contexts. വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകൾ, അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകൾ നമ്മൾ അങ്ങനെ സ്ഥിരതയില്ലാത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ട്രൈബ് എന്ന് പറയുന്നത്. ദേശീയ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് പല രൂപത്തിൽ ഇത് നമ്മൾ ഇതിനെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ ട്രൈബിനെ ഡിഫൈൻ ചെയ്യുന്ന 3-4 കാര്യങ്ങളാണ്. ഇൻഡിജിനസ് എന്ന് പറയാറുണ്ട്, പ്രിമിറ്റീവ്, മാർജിനലൈസ്ഡ് അഥവാ പ്രാദേശികമായിട്ടുള്ളത് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് അതായത് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ് ട്രൈബ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ institutionalized tribes in regions like the northern and northwest frontier. കൊളോണിയൽ പീരീഡിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിലും നോർത്ത് വെസ്റ്റ് അതിർത്തിയിലുമുള്ള വിഭാഗങ്ങളെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ട്രൈബുകളാക്കിയിട്ട് സ്ഥാപനവൽക്കരിച്ചിട്ടുണ്ട്, സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ കൺസെപ്റ്റിൽ നമ്മൾ ട്രൈബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാം, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ, ബോഡോലാൻഡ് പോലുള്ള പ്രദേശങ്ങൾ, അവരൊക്കെ ആ ഒരു എന്താണ് ട്രൈബൽസ് ആണ്, ഗോത്ര വിഭാഗങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ആ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെയാണ്. ഓക്കെ, ഇനി ഈ ട്രൈബിൽ നിന്നും തന്നെ ഉരുതിരിഞ്ഞു വന്നിട്ടുള്ള ഒരു വേർഡാണ് ആദിവാസി എന്ന് പറയുന്നത്. ആദിവാസി കോയിൻഡ് ആസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദി കൊളോണിയൽ കാറ്റഗറി അബോറിജിനൽ എന്ന് പറയുന്നതിൻ്റെ
അതിൽ നിന്നും തന്നെ അതിൻ്റെ ഒരു അർത്ഥമായിട്ട് അബോറിജിനൽ എന്ന് പറയുമ്പോൾ ആദിമ നിവാസികൾ, അതിൻ്റെ ട്രാൻസ്ലേഷനിൽ നിന്നും ഉരുതിരിഞ്ഞു വന്നിട്ടുള്ളതാണ് ആദിവാസി എന്ന് പറയുന്ന വേർഡ്. ഇതിനെ ട്രൈബിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, ട്രൈബ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിന്റെ ഒരു അധികാര ഓർഗനൈസേഷൻ, സംഘടനമാണ് ട്രൈബ് എന്ന് പറയുന്നത്. അബോറിജിനൽ എന്ന് പറയുന്നത് അഥവാ ആദിമ നിവാസികൾ എന്ന് പറയുന്നത്, ആദിവാസികൾ എന്ന് പറയുന്നത് മീൻസ് വൺ പ്രസന്റ് ഫ്രം ദ ബിഗിനിങ് ഓർ ദ സൺറൈസ്. തുടക്ക കാലഘട്ടം മുതലേ സൂര്യോദയം മുതലേ എന്നൊക്കെ പറയുന്നത് വളരെ മുൻകാലഘട്ടം മുതലേ പ്രസന്റ് ആയിട്ടുള്ള വിഭാഗത്തെയാണ് അബോറിജിനൽ ആദിമ നിവാസികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് വളരെ ഡീപ് റൂട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇത് ട്രൈബും ആദിവാസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസിൽ ഇതൊക്കെയാണ് ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി, മീൻസ് ആ ഒരു കാലഘട്ടത്തിന്റെ യഥാർത്ഥ രൂപം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ദർ ഈസ് കൺസിഡറബിൾ എവിഡൻസ് ദാറ്റ് ദ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒക്കേർഡ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ഇൻ ദ സബ് കോണ്ടിനെന്റ് അറ്റ് ടൈം. ആ ഒരു കാലഘട്ടത്തിൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, പ്ലാന്റ്സ്, ഇതിൻ്റെയൊക്കെ ഒരുപാട് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അലഹബാദിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യന്മാര് വൈൽഡ് റൈസ്, കാട്ടിൽ ഉണ്ടാകുന്ന നെല്ലും അതുപോലെ തന്നെ ഇണക്കി വളർത്തിയ മൃഗങ്ങളെയും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതിനൊരു കാലഘട്ടമായിട്ട് പറയുന്നത് 8 മില്ലേനിയം BC ആണ്, അഥവാ 8000 BC-യിലാണ് ഈ പറയുന്ന അലഹബാദിൽ ഇതിന്റെ എവിഡൻസുകൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 6000 BC-യിൽ കാണപ്പെടുന്ന മറ്റൊരു എവിഡൻസ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് കാറ്റില്, ഷീപ്പ്, ഗോഡ്സ്, ആടുകളെയും കന്നുകാലികളെയും ഒക്കെ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. മെഹർഗഡ് എന്താണ് വളരെ പ്രധാനപ്പെട്ട സ്റ്റോണേജുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സൈറ്റാണ് മെഹർഗഡ് എന്ന് പറയുന്നത്. മെഹർഗഡിൽ നിന്ന് 9000 BP എന്ന് പറയുമ്പോൾ ബിഫോർ പെർസെന്റ്, ഈ കാലഘട്ടത്തിൽ നിന്ന് 9000 വർഷങ്ങൾക്ക് മുന്നേ, അഥവാ ഏകദേശം 7000 BC-യിൽ ഗിവ് അ സൈൻസ് ഓഫ് വീറ്റ് ആൻഡ് ബാർലി. അന്നത്തെ കാലത്തെ ആളുകൾ ഗോതമ്പും ബാർലിയും ഒക്കെ ഉപയോഗിച്ചിരുന്നതിന്റെ എവിഡൻസുകൾ നമുക്ക് മെഹർഗഡിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ നമുക്ക് ഒരുപാട് ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നും, ഈ സബ് കോണ്ടിനെന്റിൽ നിന്നും നമുക്ക് ആൻഷ്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനുള്ള ഒരുപാട് ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ കിട്ടുന്നുണ്ട്. ഇൻഫാക്ട് ദ ഓപ്പണിംഗ് ഓഫ് ദി ഫസ്റ്റ് മില്ലേനിയം BC സോ ദ പ്രിവാലൻസ് ഓഫ് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്, പാസ്റ്റോറലിസം ആൻഡ് അഗ്രികൾച്ചർ ആസ് എ 3 varying strategy as per the demand of the eco-niche in the subcontinent. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലെ 3 ഘട്ടങ്ങളായിട്ട്, ഒന്ന് ഹണ്ടിങ് ഗാദറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പാസ്റ്റോളിസം പീരീഡ് ഉണ്ട്, അഗ്രികൾച്ചർ, അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഈ ആൻഷ്യൻ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഹണ്ടിങ് മീൻസ് സ്റ്റോണേജ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കടന്നു വരുമ്പോൾ, കുറച്ചുകൂടി കാലങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ രൂപപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ജനപദങ്ങൾ, മഹാജനപദങ്ങൾ, അത് പിന്നീട് മഹാസാമ്രാജ്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ പോലും ദ സ്റ്റേറ്റ് ഹാഡ് ആൻ അൺഈസി റിലേഷൻഷിപ്പ് വിത്ത് ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്, അഥവാ കാടുകളിൽ താമസിക്കുന്ന ട്രൈബ്, ഗോത്രവർഗ വിഭാഗങ്ങളുമായിട്ട് അത്ര എളുപ്പത്തിലുള്ള ഒരു ബന്ധമായിരുന്നില്ല സ്റ്റേറ്റുകൾക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിലെ സ്റ്റേറ്റുകൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് മൗര്യൻ സ്റ്റേറ്റിൽ നമുക്കൊരു ഉദാഹരണം പറയാൻ പറ്റും. മൗര്യൻ സ്റ്റേറ്റിലെ അശോകന്റെ 13ാമത്തെ ഈഡിക്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് അവരെ അനുസരിക്കാത്ത അല്ലെങ്കിൽ സ്റ്റേറ്റിനെ അനുസരിക്കാത്ത ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനെ വാൺ ചെയ്തുകൊണ്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. despite his repentance the ruler had enough power to punish them for their crimes. അതായത്
അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ബിലൗഡ് ഓഫ് ദി ഗോഡ്സ്, ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അശോകൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ട്, ഈ പറയുന്ന രാജാവിനെ അനുസരിക്കാത്ത ട്രൈബ്സിനെ, ഈ പറയുന്ന ആളുകളെ ശിക്ഷിക്കാനും കുറ്റവിചാരണ നടത്തുവാനും ഒക്കെയുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടുത്തെ ഈഡിക്ട്സിൽ മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഇനി ഡിഫൈനിങ് ദ ട്രൈബൽ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. എ ട്രൈബ് ഷെയർസ് എ കോമൺ കൾച്ചർ, അഥവാ ഒരു കോമൺ ആയിട്ടുള്ള കൾച്ചർ ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രൈബ്സ് എന്ന് വിളിക്കുന്നത്. അവർ എന്ത് ചെയ്യും, നെയിംസും എത്നിക് ഐഡന്റിറ്റിയും ലാംഗ്വേജും ഒക്കെ ഒരു കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ആളുകളായിരിക്കും ട്രൈബ്സ് എന്ന് പറയുന്നത്. മെമ്പേഴ്സ് ബിലീവ് ദേ ആർ വൺ പീപ്പിൾ ഡ്യൂ ടു എ കോമൺ ആൻസിസ്റ്റർ, അവർക്കൊരു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ആൻസിസ്റ്റർ ഉണ്ട് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നു. കോമൺ ആൻസിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? മെമ്പേഴ്സ് ആർ റിലേറ്റഡ് ബൈ ബ്ലഡ്, രക്തബന്ധത്താൽ ബന്ധിപ്പിക്കപ്പെട്ടത്, റിലേറ്റ് ചെയ്യപ്പെട്ട മെമ്പേഴ്സിനെയാണ് നമ്മൾ കോമൺ ആൻസിസ്റ്ററി എന്ന് പറയുന്നത്. മേക്കിംഗ് ബർത്ത് ദ ബേസിസ് ഓഫ് ദി മെമ്പർഷിപ്പ്, അതിലുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, കോമൺ ആൻസിസ്റ്ററിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ബർത്ത് ആയിരിക്കും, ജനനം കൊണ്ടായിരിക്കും അതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഓരോ ലാർജ് ട്രൈബ്സ്, ഇത്തരത്തിൽ രൂപപ്പെടുന്ന ലാർജ് ട്രൈബുകൾ മേ ഹാവ് ഇന്റേണൽ ഡിവിഷൻ, അതിനുള്ളിൽ തന്നെ വിവിധ ഡിവിഷനുകൾ കാണുവാൻ പറ്റുന്നുണ്ട്. ക്ലാനുകളായിട്ട്, ലീനേജുകളായിട്ട്, സെക്ഷനുകളായിട്ടൊക്കെ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ട്രൈബ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, കിൻഷിപ്പ് ആൻഡ് ഒബ്ലിഗേഷൻ. കിൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബന്ധുത്വം എന്ന് പറയും, അതിൻ്റെ ഒബ്ലിഗേഷൻസും. കിൻഷിപ്പ് എൻടൈൽസ് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻ ടു others in the tribe. Disputes and friction exist, highlighting the underdevelopment of formal dispute settlement institution in tribal societies. ബന്ധുത്വത്തെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സമയത്ത് അഗ്രികൾച്ചറുകൾ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്നാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. അഗ്രികൾച്ചറുകൾ കൊണ്ട് പീപ്പിൾ സെറ്റിൽ ഡൗൺ, ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. ലീഡിങ് ടു സ്റ്റേബിൾ വില്ലേജ് ലൈഫ്, ഒരു ഗ്രാമത്തിലെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു താമസത്തിലേക്ക് അവർ പോയി. ആൻഡ് സസ്റ്റെയിൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഫാമിലീസ്, ജനങ്ങൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ എന്ത് സഹകരണങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൽ. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി രൂപപ്പെടാനൊക്കെ, സെറ്റിൽഡ് ലൈഫൊക്കെ തുടങ്ങുവാനുമൊക്കെ അഗ്രികൾച്ചർ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള നരവംശാസ്ത്രപരമായിട്ടുള്ള റീഡിങ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെ, സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ആന്ത്രോപോളജിക്കൽ എവിഡൻസുകളെ നമ്മൾ റീഡിങ്സിനെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അതിൽ പറയാനുള്ളത് നേച്ചർ ഓഫ് ആർക്കിയോളജി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എവിഡൻസുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അഥവാ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ എന്തൊക്കെയാണ് എന്നും അത് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് എന്നും അതിന് എങ്ങനെ വേണം നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാനും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് എവിഡൻസുകൾ ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അത് എങ്ങനെ വേണം, അപ്പോൾ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ കിട്ടിയാൽ നമ്മൾ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ പഠനം എന്ന് പറയുന്നത് ബയാസ്ഡ് ആവാൻ പാടില്ല. എന്തായിരിക്കണം, എപ്പോഴും അത് സയൻറ്റിഫിക് രീതിയിലുള്ളതായിരിക്കണം. പക്ഷേ ഈ സൗത്ത് ഏഷ്യയിലെ ആർക്കിയോളജി എന്ന് പറയുന്നത് അത്ര ഡാറ്റയാൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി പഠനം നടത്തുന്നതോ അല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്ന ഒരു സംഗതി. എന്നിരുന്നാലും ആർക്കിയോളജിക്കൽ പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു സാധനം കിട്ടി അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് എപ്പിഗ്രാഫിയും ന്യൂമിസ്മാറ്റിക്സും ലിറ്ററേച്ചറും ഒക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അത് കൂടുതൽ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ നമുക്ക് ഒരുപാട് എവിഡൻസുകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ നമുക്ക് ആർക്കിയോളജിക്കൽ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഇനാം ഗാവണിൽ ചാൽക്കോളിത്തിക് സൈറ്റാണ് ഇനാം ഗാവൺ എന്ന് പറയുന്നത്. 1968 എക്സ്കവേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ 1600-700 BC കാലഘട്ടത്തിലെ
ഒരു എന്താ പറയുക അവിടുത്തെ കൾച്ചറിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇനാംഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അവിടുത്തെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ്, സെറ്റിൽമെന്റിൽ വന്ന ചേഞ്ചുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്കിയോളജിക്കൽ പഠനത്തിലൂടെ അവിടെ നടന്ന എക്സ്കവേഷനിൽ നിന്നും കിട്ടിയ ആർക്കിയോളജിക്കൽ പഠനത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു കാലത്തെ പറ്റിയുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ബയാസ്ഡ് അല്ലാതെ വളരെ പക്ഷം ചേരാതെയുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ട് അതിലേക്ക് ലഭ്യമായ മറ്റ് തെളിവുകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അത് കൂടുതൽ ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ഇനി പറയാനുള്ളത് ടെക്സ്റ്റൽ സോഴ്സുകളാണ്. ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റൽ സോഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഋഗ്വേദയെ പറ്റിയിട്ടാണ്. അപ്പോൾ ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ലിറ്ററേച്ചർ ടെക്സ്റ്റൽ സോഴ്സ് എന്ന് പറയുന്നത് ഋഗ്വേദയാണ്. അത് 1500-1000 BCE കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു കാലം, ഋഗ്വേദയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രീയ പോലെയോ മറ്റ് പുരാണങ്ങളെ പോലെയോ ഒന്നും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഒന്നുമല്ല ഋഗ്വേദ എന്ന് പറയുന്നത്. ഋഗ്വേദയെ സംബന്ധിച്ചിട്ടുള്ള ആദ്യ കമൻട്രി നമുക്ക് കാണുന്നത് യസ്കയുടേതാണ്. 400 BCE യസ്കയുടെ കമൻട്രിയാണ് ആദ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന അതിൽ ആ യെസ്കയുടെ കമൻട്രിയിൽ തന്നെ അതിന് മുൻപും ഋഗ്വേദയുടെ കമൻട്രീസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള ദ വേർഷൻ വി യൂസ് ടുഡേ വാസ് കമ്പൈൽഡ് ബൈ സയന ഇൻ 1387 AD. 1387 സയന എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഋഗ്വേദ ഫോമിൽ രചിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഋഗ്വേദ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വേദിക് ലാംഗ്വേജിലാണ് അത് രചിച്ചിട്ടുള്ളത്. അതിന് 1028 ഹിംസുകൾ, മന്ത്രങ്ങൾ അതിനുള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഹിംസുകൾ 10 മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെയും 10ാമത്തെയും മണ്ഡല പിൽക്കാലത്താണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് പ്യൂർലി റിലീജിയസ് ബട്ട് എ കളക്ഷൻ ഓഫ് ഹിംസ് സെർവിങ് വേരിയസ് പർപ്പസസ്. ഇത് പൂർണ്ണമായിട്ടും മതപരമായിട്ട് ആണ് എന്ന് പറയാൻ പറ്റില്ല. അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ഹിംസുകൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങളിൽ ചെല്ലേണ്ട മന്ത്രങ്ങൾ, ഓരോ ആചാരങ്ങൾക്ക് ഇടയിൽ ചെല്ലേണ്ട മന്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റിയെ പറ്റിയും ഒക്കെ മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഋഗ്വേദ പോർട്രേസ് എ പാസ്റ്ററൽ ട്രൈബൽ സൊസൈറ്റി ദാറ്റ് വാല്യൂഡ് കൗസ്, ഹോഴ്സസ് ആൻഡ് ചാരിയറ്റ്സ്. ആ ഒരു കാലഘട്ടത്തിലെ പാസ്റ്ററൽ സൊസൈറ്റിയെ അതിൽ വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പശുവിനും കുതിരകൾക്കും രഥങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സൊസൈറ്റിയെ നമുക്ക് ഋഗ്വേദയിൽ കാണുവാൻ പറ്റും. ഇത്തരത്തിൽ എവിഡൻസുകൾ ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചുള്ള എവിഡൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റുവൽ സോഴ്സുകളിൽ നിന്നും കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കംപ്ലീറ്റ് ഒരു യൂണിറ്റ് മൊത്തമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ സ്പീഡിലാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുള്ളത്. ഇത്രയുമാണ് നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിൽ പറയാനുള്ള സംഗതി. വളരെ സ്പീഡിൽ തന്നെ ഒറ്റ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡായിട്ട് തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ആദ്യം സോഴ്സുകളെ പറ്റി പറഞ്ഞു, എപ്പിഗ്രാഫി, ന്യൂമിസ്മാറ്റിക്സ്, ആർക്കിയോളജി, ലിറ്ററേച്ചറെ പറ്റി പറഞ്ഞു. അതിനുശേഷം അവ എന്തൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തു, എന്തൊക്കെയാണ് നമ്മൾ വിശദീകരിച്ച് പഠിച്ചു. അതിനുശേഷം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനുകളെ കുറിച്ച് പഠിച്ചു. ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയുള്ള ആദ്യകാല ഇൻ്റർപ്രിട്ടേഷനുകൾ കൊളോണിയലിസം പീരീഡിലാണെന്ന് പറഞ്ഞു. അത് യൂട്ടിലിറ്റേറിയനും ഓറിയന്റലിസ്റ്റുകളും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് മാർക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആശയങ്ങൾ പറഞ്ഞു. 1960-70കളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൂടുതൽ അത്രയും കാലം ഡൈനാസ്റ്റികളെ പറ്റിയിട്ടും പ്രധാനപ്പെട്ട ഹീറോസിനെ പറ്റി മാത്രം പഠിച്ചിരുന്നത് പിൽക്കാലത്ത് കൂടുതൽ സോഷ്യൽ ഫോമുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ആന്ത്രോപോളജിക്കൽ റീഡിങ്സ് ആണ്. ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനുള്ള ആന്ത്രോപോളജിക്കൽ റീഡിങ്സ് എന്തൊക്കെയാണ് എന്നും അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ആർക്കിയോളജിക്കൽ സോഴ്സുകളുടെ ഒരു നേച്ചർ എന്താണെന്ന്, അത് എങ്ങനെ
പഠിക്കണം എന്നും നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ടെക്സ്റ്റൽ സോഴ്സ് ആൻഷ്യന്റ് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ലഭ്യമായിട്ടുള്ള ടെക്സ്റ്റൽ സോഴ്സ് അഥവാ ഋഗ്വേദയെ പറ്റി നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കി പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇതിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് സോഴ്സുകൾ ഏതൊക്കെയാണ്, ആൻഷ്യന്റ് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്. അപ്പം എപ്പിഗ്രാഫി, ന്യൂമിസ്മാറ്റിക്സ്, ആർക്കിയോളജി, ലിറ്ററേച്ചർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. ആ ഒരു സോഴ്സുകൾ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യമാണ് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഇന്റർപ്രിട്ടേഷനുകളെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് സോഴ്സുകൾ ഏതൊക്കെയാണ് എന്നും അതിൻ്റെ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളും അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ എവർക്കും താങ്ക് യു, നന്ദി. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി യൂണിറ്റുകൾ വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.